ഈ മലപ്പുറം മൊയ്തീൻ ഒരു കൃത്യം ചെയ്യാന്ന് പറഞ്ഞാ അത് ചെയ്തിരിക്കും. ഈ ചെമിക്ക് ഏറിയ ഒരാഴ്ച. അത് കഴിഞ്ഞാലോ? അത് അന്നേരം ആലോചിക്കാം. ആ അസീസെ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത് എവിടുന്ന് വേങ്ങി? ഹോട്ടലിൽ നിന്നാ. ഈ ഇങ്ങനെ ബുദ്ധിമുട്ടണ ദിവസം ഓരോ കോയിനെ വാങ്ങി തന്നാ പോരെ നമുക്ക്? ശരി, അത് പറയാൻ വിട്ടുപോയി. ഇവ നല്ല അസലായിട്ട് വെക്കും. നമ്മള് മഞ്ചേരി മദീന ഹോട്ടലിലെ മെയിൻ കുക്കറല്ലേ ഇതോ? അത് വരെ സൈഡ് ബിസിനസ്. മെയിനി കളയും കുസ്തി ഉറപ്പിക്കലായിരുന്നു. ഒരാളോട് ഒരു സംഗതി പറയുമ്പോ അത് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ല, അസീസ് കേൾക്കണം. മഞ്ചേരിയിൽ പണ്ടൊരു കുടിയൊഴിപ്പിക്കലിന് പോയിന് ഞാൻ. അന്ന് എനിക്ക് സ്ഥിരമായിട്ട് സ്പെഷ്യൽ ഭക്ഷണം ഈ മദീന ഹോട്ടലിനാണ്. നല്ല അസല് ഭക്ഷണം. ഞാനിവനെ പൊന്തിച്ചു വരല്ലോ. നല്ല അസല് കുക്കറാ. അതാണ് ഞാൻ ഇവനെങ്ങനെ ശിഷ്യനായിട്ട് കൊണ്ടുനടക്കണേ. ആ നന്ദി ഇവനുണ്ട് കേട്ടോ. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള് ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. അതില്ല ഉപ്പിങ്ങിടത്തുന്ന ലോഹ്യമൊക്കെ ലോഹ്യം. മറ്റുള്ളവരുടെ മുമ്പ് ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ല. അത് തന്നെ ഞാനും പറഞ്ഞേ. ഞാനെന്താ മലപ്പുറം ജില്ലയിലെ വലിയ കെട്ടുകഥ ഉണ്ടാക്കുന്ന ആളാ? എനിക്കതാ പണി. പിന്നെ ഞാൻ കുക്കാണെന്ന് ഓനോട് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതെ, തമ്മിൽ ചെളിവാരി അറിയരുത്. എടപ്പാൾ ഒരു തമ്പുരാട്ടിയുടെ ദേഹത്തെ ജിന്നാണെന്നും പറഞ്ഞ് നിങ്ങളൊരു കള്ള മന്ത്രവാദിയായിട്ട് പോയിട്ട് നാട്ടുകാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് ഞാനിവിടെ വിളിച്ചു പോയൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മളെ എന്താ? അല്ല, ഈ എടപ്പാട് ഭാഗത്ത് എനിക്ക് പോലീസിൽ വലിയ ഹാൻഡാ. അതിപ്പോ ഇവിടെ വിളിച്ചു പറഞ്ഞിട്ട് വല്ല കാര്യമായിട്ടുണ്ടോ? ആ അസീസേ, പിന്നെ നല്ല ചെറുതാരം കിട്ടുമല്ലോ ഇവിടെ. ഒന്ന് കെട്ടിരുത്താൻ. എടാ പന്നി, കുറിക്കമ്പനി നടത്തി പാവപ്പെട്ട ആളുകളെ പൈസ വറ്റിച്ച് മുങ്ങി നടന്നിട്ട് അവസാനം അവരെ പിടിയിലായി അടിയും കിട്ടി ജയിലിൽ പോയത് ഞാനല്ല കേട്ടോ. എത്ര കിടന്ന്? 6 മാസം, ഒരു കൊല്ലോ. കാര്യം എന്തായാലും ഞാൻ ജയിലിൽ പോയിട്ടില്ല. മൊയ്തീനെ, നമ്മളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കം നോക്കാൻ വന്നതല്ല. അല്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് പോണത് വരെ നല്ല മട്ടത്തിൽ ഇവരെ കയ്യാന്ന്. ഏതോ മലപ്പുറം ബസ് സ്റ്റാൻഡിൽ വെച്ച് അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഈ പാവ അസീസ് ഇരിക്കുന്ന കണ്ടപ്പോ നീയോ ഞാനോ വിചാരിച്ചിക്കണോ നമുക്ക് ഇത്ര വലിയൊരു എരനെ കിട്ടുന്നു? ഇല്ലല്ലോ. അപ്പൊ അതാണ് പറഞ്ഞത്, ഇതൊക്കെ അള്ളാഹുവിന്റെ ഓരോ കുതിർത്താണ്. വെറുതെ ഉടക്കിയാല് ഞാൻ ആ മൂരി ഇബ്രാഹിമിനെ കുത്തി മലർത്തും. ഇബ്രാഹിം അല്ല, ഹൈദ്രോസ്. ആ ഇവൻ ചൂടായാലും ഇങ്ങനെ ആളെ പേരും തെറ്റും കുത്തി മലത്തും ചെയ്യും. നോക്കട്ടെ. ഈ എവിടേക്കാടാ ഇന്ന് പെണ്ണ് കാണാൻ പോണത്? കൊയിലാണ്ടിക്കാ? ഈ നാട്ടിൽ ഇത്രയും പെണ്ണുങ്ങളുണ്ടായിട്ട് ഈ കൊയിലാണ്ടി പോയിച്ച പെണ്ണ് കാണുന്നു? ഈ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഈ ചേലിൽ കാണല്ല. എന്താണ് എനിക്കൊരു കുറവ്? കുറവെന്താ പോയി നോക്ക്. എനിക്ക് വേറെ പണിയിടുന്നു. എത്ര ദിവസമായി ഞമ്മള് കാത്തിരിക്കുന്നു തല്ല് വരുമെന്ന്. എവിടെ? ഈ ഉമ്മക്ക് വേറെ പണിയില്ല. തല്ലെങ്ങനെ ഒഴിവാക്കാന്ന് വിചാരിക്കുമ്പോഴാ. ഈ ഒന്ന് പോടാ. കുന്നത്തങ്ങാടിയിൽ ആണുങ്ങള് മീശയും അടിച്ച് കാച്ചുകൊണ്ട് കുപ്പായിട്ട് നടക്കട്ടെ. ആണുങ്ങള് മലപ്പുറത്തുനിന്ന് മഞ്ഞരിന്ന് ഓന്റെ മുങ്കടക്കാൻ മരുന്നി വന്നു. ഈയാടെ മോനെ ചോണിയുള്ള ആൺകുട്ടി. ഉമ്മുമ്മ വെറുതെ പെരുകേറ്റല്ലേ. അനക്ക് വേണ്ടില്ല അസീസേ. ഈ ബോർഡും തൂക്കി പിടിച്ചിരുന്നാ മതിയാ. ഓളെ കെട്ടണ്ടേ? എപ്പോഴാ ഓളെ കടത്തിക്കൊണ്ട് പോണേ? എപ്പോഴാന്നാ? അസ്സലാമലൈക്കും. നിങ്ങൾ വരി. ഇത് പോയി. തോട്ടിക്കോലൻ കേമായിട്ടുണ്ട്. തല്ലിന്റെ പൂരത്തിന് ഒക്കെ ആയിട്ടുണ്ട്. എന്റെ കളി ഓരോ കൂടുണ്ട്. ബാപ്പുട്ടെ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞില്ലേ? അതൊക്കെ നമ്മളെ നാട്ടിൽ മതി. ഇവിടെ ഞാൻ മലപ്പുറം മൊയ്തീനാ. ഇനി അത് പറ്റൂല. ഓൻ വന്നിരിക്കുന്നു. ആര്? സാക്ഷാൽ അസല് ഒറിജിനൽ മലപ്പുറം മൊയ്തീൻ. പറിച്ചമ്പുരാനെ ചതിച്ചോ? എന്നിട്ട് അവിടെ ഇരുത്തിട്ട് പോന്നിരിക്ക. നമ്മളെ കളി വല്ലോ മൂപ്പര് അറിഞ്ഞോ?
ഇതുവരെ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ വേഗം വരി. കുന്നത്തങ്ങാടിയിൽ ബസ് വന്ന് ഇറങ്ങിയപ്പോഴാ നമ്മൾ കണ്ടത്. മജീദ നീ വീണോ? ഇല്ല, ഞാന് നിങ്ങൾക്ക് പുഴക്കട അടവ് കാണിച്ചു തന്നതാ. നേരോ? എന്നാ എനിക്ക് മനസ്സിലായില്ല, ഞാൻ വിചാരിച്ചു ഈ വീണതാന്നാ. എവിടെ പത്നിയോള്? ഞാൻ ജയിലിൽ നിന്ന് വരില്ലെന്ന് വിചാരിച്ച നിങ്ങള് വന്നത് നിങ്ങളെ അന്വേഷിച്ച് നടക്കുക. ബീരാനെ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. നിങ്ങള് രണ്ട് പന്നിയോളും തിരുണോലോ വരൂല, വേറെ ആര് തിരുമേലും. ഇവിടെ എന്താ കക്കാൻ വന്നതാ? അല്ല, ഇവിടെ ഒരു കല്യാണത്തിന് ബിരിയാണി വെക്കാൻ വന്നതാ, നമ്മുടെ ഒരു കൂട്ടുകാരന്റെ. അവിടെയെ ഈ എന്തിനാ വന്നേ? ഞാനും എന്റെ കയ്യാളായിട്ട്. എപ്പോഴാ മലപ്പുറത്തേക്ക്? ഒരാഴ്ച കഴിഞ്ഞിട്ട്. സുഖമായിട്ടൊന്ന് ഉറങ്ങണം. ജയിലിൽ മുട്ട അടിച്ചിട്ട്. അതിനെന്താ, കുളിച്ചിട്ട് ഉറങ്ങിക്കോളി. അപ്പൊ തന്നെ പൂവൻ കോയിനൊക്കെ മേടിപ്പിക്കാം. മൊയ്തടിക്ക, വെള്ളം ചൂടാക്കട്ടെ. അതെന്താ അങ്ങനെ ചോദിച്ചെടുക്കണേ? എനിക്കറിയില്ല വെള്ളം ചൂടാക്കുന്നു. പാപ്പട്ടിയെ, ഈ വേഗം അങ്ങാടി ചെന്ന് കോയിനെ മേടിച്ചോണ്ട് വാ. കുളി കഴിഞ്ഞാൽ ഉടൻ തന്നെ മൊയ്തിനിക്കാക്ക് വിശന്ന് തുടങ്ങും. ഇല്ലേ മൊയ്തിനിക്ക? അതൊക്കെ എനിക്കറിയാം, ഞാനായിക്കൊണ്ട്. നീ പോയി വെള്ളം ചൂടാക്ക്. നിങ്ങൾ കോയിനെ മേടിച്ചോണ്ട് വാ. നീ പോയി വെള്ളം ചൂടാക്കി. കോയിനെ മേടിച്ചോണ്ട് വാ. അല്ല, വെള്ളം ചൂടാക്കാൻ. ഞാൻ പോയി വെള്ളം ചൂടാക്കാം. പിന്നല്ലാതെ ഇതാ വെള്ളം ഇങ്ങനെ തിളപ്പിച്ചിടാക്കല്ലോ കേട്ടോ. മൂപ്പർക്ക് പാകത്തിനുള്ള ചൂട് മതി. ഈ വെക്കോ പോവാൻ. ഒരു മിനിറ്റ് മതി നിങ്ങളുടെ കഥ അയക്കാൻ. ഞാൻ പോയി പറഞ്ഞു കൊടുക്കട്ടെ മൊയ്തീനിക്കയുടെ പേരിൽ നിങ്ങൾ ഇവിടെ കിടന്ന് ബലച്ചാണെന്ന്. ഈയും കൊടുക്കും, ഈ ഒറ്റപ്പെടും മജീദ്. അല്ല, ഇതുവരെ തീ പിടിപ്പിച്ചില്ലേ? ഒരു കാര്യം ചെയ്യ്, ഇത് ഞാനായിക്കോളാം. ഈ അങ്ങാടി പോയി രണ്ട് പൂവൻ കോയിനെ മേടിച്ച് വേണ്ട. വേണ്ട, നിങ്ങൾ പോയി മേടിച്ചോണ്ട് വന്നാൽ മതി. മലപ്പുറം പോയി അങ്ങാടി പോയി കോയിനെ മേടിക്കേ. മഞ്ചേരി മജീദ് മേടിക്കേ. ഒന്ന് പൊയ്ക്കോ മജീദേ. നിങ്ങൾ അങ്ങനെ ഇപ്പൊ കിടന്ന ആളാവണ്ട. ആയല്ലോ പഠിച്ചോനെ. ഇന്റെ മജീദ് ഈ ഇങ്ങനെ ദയല്ലാത്തവനായാലോ? ആ പെരിച്ചായി കോഴി എവിടെയെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? ഞാൻ കയറി ഏറ്റും പോയി. ബാപ്പട്ടി, മൊയ്തീനിക്ക മലപ്പുറത്തേക്ക് എപ്പോഴാ തിരിച്ചു പോണേ? എന്തേ ധൃതി? ഒരാഴ്ച നിങ്ങളുടെ ഇവിടെ കഴിയാം. ഇന്റെ അല്ലാ. മൊയ്തീനിക്ക, ഇരുട്ടാണ്, ടോർച്ച് മണിയെ കൊണ്ടുപോയിക്കോളൂ. വേണ്ട, ഞമ്മള് പോയിക്കോളാന്ന്. എന്നാ ശരി. മൊയ്തീനിക്ക, ആരാ ഇവിടെ എന്നെ വിളിക്കാൻ? അതിങ്ങ് നോക്കണ്ട. ഇവിടുത്തെ വിളി കണക്കാക്കണ്ട. ഇന്നെ മൊയ്തീനിക്കാന്നും വിളിക്കും, മജീദ്ക്കാന്നും വിളിക്കും, ജമാലിക്കാന്നും വിളിക്കും, പിന്നെ യൂസുഫേനൊക്കെ വിളിക്കുന്നത്. ഈ പോയിട്ട് ആരാണ്ട് നോക്കിയിട്ട് വാ. നിങ്ങളിത് തിണ്ടിന്ന്. ആരാ മജീദ് ബസ്സിൽ വന്നു? നിങ്ങൾ എന്തായിരുന്നു മിണ്ടാതെ പോകുന്നത്? എന്റെ പൊന്നസീസ, ഈ ഇവിടുന്ന് പോണ്ട. കൊടുങ്ങല്ലൂർ ഒരു വലിയ കച്ചറ നടക്കുന്നുണ്ട്. അത് ഒത്തീർപ്പാക്കാൻ ഞാനും മൊയ്തീനിക്കയും ചെല്ലണമെന്ന് പറഞ്ഞ് ഭാഷ പിടിച്ച് നിൽക്കാൻ മൂപ്പര്. അപ്പൊ നിങ്ങൾ പോവാ? അന്നെ ഇങ്ങനെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് നമ്മൾ പോവോ? ഇവിടുന്ന് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് നിൽക്കാൻ മൊയ്തീനിക്ക. അതിന്റെ പേരിൽ ബയക്ക് നടക്കുക. ബഹളം ഉണ്ടാക്കാണ്ട് ഈ വേഗം സ്ഥലം കാര്യാക്ക്. ഞാൻ വേഗം സ്ഥലം കാര്യാക്കാനാ പറഞ്ഞത്. ചെല്ലി.